നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെറിയ ക്ലാസ് ഡി ആമ്പാണ്. ഇത് ടോട്ടലി മൊത്തം ഇത്രയും തന്നെ ഉള്ളൂ. ഇതിലിനി അഡീഷണൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. വളരെ ചെറുതാണ്. എൻ്റെ ഈ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്ന അത്രയും ചെറിയ ഒരു ക്ലാസ് ഡി ആമ്പാണ്. അപ്പോൾ ഈ ഒരു ആമ്പിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണുക. കൂടാതെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇത്രയും സെറ്റപ്പുകളാണ് ഈ ഒരു ആമ്പിൽ വരുന്നത്. ആക്സ് ഇൻ, ഓഡിയോ ഔട്ട്, TF, USB ഇത്രയും നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. കൂടാതെ തന്നെ ബ്ലൂടൂത്ത് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. ബ്ലൂടൂത്ത് 5 ആണ് ഇതിൽ ഫീച്ചറായിട്ട് വരുന്നത്. ഇതിലെ മറ്റൊരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് ഇതിനകത്ത് വേവ് ഫയലും ഫ്ലാക്കൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ പ്ലേ ചെയ്യും എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബിട്രേറ്റ് കൂടിയ ഒരു വേവ് ഫയൽ ഇരിപ്പുണ്ട്. MB കൂടുതലാണ്. അത് ഞാൻ ഇതിനകത്ത് പ്ലേ ചെയ്യിച്ച് നോക്കി. വളരെ നല്ല രീതിയിൽ തന്നെ പ്ലേ ചെയ്തു, ഒരു പ്രശ്നമില്ലാതെ പ്ലേ ചെയ്തു. ഇപ്പോൾ ടെമ്പീരെ മോഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് ഫ്ലാക്കൊക്കെ വർക്കാവും. എന്നാൽ പോലും വലിയ ഫയലൊക്കെ നമ്മൾ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റക്കടിച്ച് നിൽക്കുകയോ പ്ലേ ആവാതെ നിൽക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു ഒറ്റ പ്രശ്നമില്ല. ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ അത് പ്ലേ ചെയ്യുന്നുണ്ട്. വേവ് ഫ്ലാക്ക് എല്ലാം നല്ല രീതിയിൽ വർക്കാവുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ലെഫ്റ്റ് റൈറ്റ് ചാനലുകൾ വരുന്നതിൻ്റെ പുറകു വശത്തായിട്ടാണ് ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് 50, റൈറ്റ് 50 എന്നുള്ള രീതിയിലാണ് വാട്ട് ഔട്ട്പുട്ട് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. DC 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ആമ്പിൻ്റെ ഡിസൈൻ വരുന്നത്. ഒരു ക്ലാസ് ഡി ആമ്പ് ആയതുകൊണ്ട് തന്നെ 8 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകതയായിട്ട് എടുത്ത് കാണിക്കാനുള്ളത്. കൂടാതെ തന്നെ ഒരു 12 വോൾട്ട് തൊട്ട് അല്ലെങ്കിൽ 24 വോൾട്ട് വരെ അല്ലെങ്കിൽ 18 വോൾട്ട് 19 വോൾട്ടൊക്കെ വരുന്ന ലാപ്ടോപ്പിൻ്റെ ചാർജർ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ആ ചാർജർ വാങ്ങിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലാപ്ടോപ്പിൻ്റെ ചാർജർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ചാർജർ കൊടുത്ത് നമുക്ക് ഈ ഒരു ആമ്പ് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഓളിയൻ നോബ് മുകളിലാണ് വരുന്നത്. ഈ കാണുന്നത് ഇതിൻ്റെ ഓളിയൻ നോബാണ്. നമുക്ക് ജസ്റ്റ് വളരെ ഈസി ആയിട്ട് ഇത് ഓളിയൻ കൺട്രോൾ ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്കിത് വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൽ ഒരു ഓക്സ് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓഡിയോ ഔട്ട്പുട്ട് ഹെഡ്ഫോൺ വഴിയോ ഇയർഫോൺ വഴിയോ കേൾക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഓഡിയോ ഔട്ട് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇത് ബ്ലൂടൂത്ത് വഴി നമുക്ക് പ്ലേ ചെയ്തിട്ട് ഇപ്പോൾ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്തിട്ട് നമുക്ക് ഹെഡ്ഫോൺ വഴി ആ ഒരു ഓഡിയോ എടുത്ത് കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ വരുന്നത് പെൻഡ്രൈവ്. ഇവിടെ നമുക്ക് പെൻഡ്രൈവ്, ഈ പോർട്ടിൽ പെൻഡ്രൈവ് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ SD കാർഡ് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ കോമ്പാക്റ്റാണ്. ഈ കാണുന്ന പോലെ എൻ്റെ ഈ കൈക്കുള്ളിൽ ഇരിക്കുന്ന വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് ഡി ആമ്പ് തന്നെയാണ്. വളരെ വെയിറ്റ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 950 രൂപയാണ്. പിന്നെ കൊറിയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷിപ്പിംഗ് ചാർജ് കൂടെ ഒരു എക്സ്ട്രാ ഒരു 100 രൂപയോ 90 രൂപയൊക്കെ വരുന്നതാണ്. എന്നാലും വളരെ ലാഭകരമായിട്ടോ നല്ല ക്വാളിറ്റിയുമുള്ള ഒരു ആമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം പെട്ടെന്നൊരു ക്ലാസ് ഡി ആമ്പ് അല്ലെങ്കിൽ പെട്ടെന്നൊരു സ്റ്റീരിയോ ആമ്പ് നിങ്ങൾക്ക് വാങ്ങണം, കയ്യിൽ ക്യാഷ് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആമ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. നല്ല ഓഡിയോ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഒരു ഗെയിൻ ഉണ്ട്, അല്ലെങ്കിൽ നല്ല ഫെഡിലിറ്റി ആയിട്ട് നമുക്ക് ഓഡിയോ ഔട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു ക്ലാസ് ഡി ആമ്പ് തന്നെയാണ് ഈ ഒരു ആമ്പ്. പിന്നെ ഓണായി വർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിലൊരു ഹീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് നമുക്ക് ആ ഹീറ്റ് ഫീൽ ആവും. എന്നാലും അതൊരു പ്രശ്നമല്ല. എന്നാലും എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ വാങ്ങിയിട്ട് ഈ ഒരു മുകളിലത്തെ കവർ ഇളക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്നതാണ്, ഇവിടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ക്ലാസ് ഡി IC. അപ്പോൾ ആ ICയിലോട്ട് നിങ്ങൾക്ക് ചെറിയ ഹീറ്റ് സിങ്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നി. അതൊരു പ്രശ്നമല്ല. 24 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഒരു ഹീറ്റ് ഇഷ്യൂ വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ICയിൽ ഹീറ്റ് സിങ്ക് വയ്ക്കാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഹീറ്റ് സിങ്ക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഹീറ്റ് സിങ്ക് വച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നല്ലതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഈ റാസ്ബെറിയിലൊക്കെ വയ്ക്കുന്ന ചെറിയ രീതിയിലുള്ള ഹീറ്റ് സിങ്ക് വാങ്ങാൻ കിട്ടും. 3M ടേപ്പ് വെച്ച് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത്. അതായത് ആ ടേപ്പിൽ തന്നെ ആ ഒരു ICയുടെ അടിയിൽ തന്നെ ചെറിയൊരു ഗ്ലൂ കാണും. അത് വെച്ചതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് ഇഷ്യൂ വന്ന് പ്രശ്നമാവാത്ത രീതിയിൽ ഇത് വർക്ക് ചെയ്യും. എന്നാലും ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ ഓവർ ഹീറ്റൊന്നും അല്ല, ചെറിയൊരു ഹീറ്റ് മാത്രമാണ് ഇതിൽ വരുന്നത്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിൽ കണക്ട് ചെയ്ത് ഇതിൻ്റെ ബ്ലൂടൂത്ത് ഇതുവഴി കണക്ട് ചെയ്യുകയോ ഇതിൻ്റെ ഓഡിയോ ഔട്ട് ഇതിലെ ഓക്സുമായിട്ട് കണക്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 2 സ്പീക്കർ ലെഫ്റ്റ് റൈറ്റ് 2 സ്പീക്കർ വെച്ചൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ ക്ലാസ് ഡി ആമ്പ്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു ക്ലാസ് ഡി ആമ്പ്. നിങ്ങൾക്കിത് ആവശ്യമാണ്, നിങ്ങൾക്കിത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്, പക്ഷെ നല്ല വിലയുണ്ട്. നമുക്ക് ഇവിടെ SM ഇലക്ട്രോണിക്സിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 950 രൂപ പ്ലസ് ഒരു 100 50 100 ഒരു കൊറിയർ ചാർജ് നിങ്ങളുടെ ട്രിവാൻഡ്രത്ത് നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്ര ദൂരം ആ ഒരു ഡിസ്റ്റൻസിനനുസരിച്ച് അതിൻ്റെ വില ചെറിയൊരു വ്യത്യാസം വരും. അതായത് കൊറിയർ ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ ടോട്ടലി 950 ആ ഒരു കൊറിയർ ചാർജും കൂടെയാണ് വരുന്നത്. ഇതിൻ്റെ ഓഡിയോ ഞാൻ ആ വീഡിയോ ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കൊടുത്തേക്കാം. കൂടാതെ തന്നെ 950 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്നതിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ളൊരു ആമ്പും നല്ല ഡിസൈനുമാണ് ഈ ഒരു ആമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. TF കാർഡ് കൊടുക്കാം, USB കൊടുക്കാം, ഓഡിയോ ഔട്ട്പുട്ട് എടുക്കാം, ആക്സിൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇനി അഡീഷണലായിട്ട് ഇതിനകത്ത് ഒരു ചാർജർ മാത്രം 12 വോൾട്ടോ അല്ലെങ്കിൽ 24 വോൾട്ട് വരെ, മാക്സിമം 24 വോൾട്ട് വരെ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. 2 സ്പീക്കർ എടുത്തിട്ട് അതിൻ്റെ വയറിലേക്ക് കണക്ട് ചെയ്യുക, പാട്ട് പ്ലേ ചെയ്യുക. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. 950 രൂപയ്ക്ക് ഈ 50 വാട്ട് ടോട്ടൽ 100 വാട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിൽ ഉള്ള സ്പീക്കറിൽ പ്ലേ ചെയ്യിച്ച് നോക്കി, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബാസ് ഒരല്പം കുറവായിട്ട് ഫീൽ ചെയ്തു. അത് മാത്രമാണ് ഇതിനകത്ത് ഒരു കുറ്റമായിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നിയത്. ഓഡിയോയുടെ കേസിൽ ബാസ് ഒരല്പം കുറവായിട്ട് തോന്നി എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചില ആൾക്കാരുടെ ഫോണിൽ മറ്റേ ആപ്പ് ഉപയോഗിച്ച് ബാസ് കൂട്ടുന്ന സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇതിൽ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ബാസും ട്രബിളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർ ഇക്വലൈസർ പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതെടുത്തിട്ട് നമ്മുടെ ഫോണിലിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാസും ട്രബിളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തും ഈ ഒരു ആമ്പിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു ബാസിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയതും. ഇപ്പോൾ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാൻ പറ്റും, പൗസ് ചെയ്യാൻ പറ്റും, ഓളിയം കുറയ്ക്കാനും കൂട്ടാനും പറ്റും. പക്ഷേ ഇതിലൊരു പ്രശ്നമായിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് പാട്ട് അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രശ്നം. അതായത് നമുക്ക് ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന് തൊട്ടപ്പുറത്തെ പാട്ടോ അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തെ പാട്ടോ സെലക്ട് ചെയ്യാനോ അത് മാറ്റാനോ ഒന്നും ഉള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് ഞാൻ കണ്ടില്ല എന്നുള്ളതൊരു കുറ്റമായിട്ട് തന്നെ നമുക്ക് പറയാം. അതാണ് ഇതിലൊരു കുറവായിട്ടുള്ളത്. പിന്നെ ഫോണിൽ ബ്ലൂടൂത്ത് വഴി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫോണിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് പെൻ ഡ്രൈവിലോ മെമ്മറി കാർഡിലോ ഒരു ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്തുള്ളൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ലൊരു ആമ്പാണ്. 950 രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആമ്പ് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.